ഹലോ ഗൈസ്, ഞാൻ കുറേ നാൾ വീഡിയോ ഇട്ടില്ല കാരണം എനിക്ക് വയ്യായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ അന്ന് മെയിൽസിൻ്റെ എണ്ണം കാണിച്ചു തന്നപ്പോൾ 4100 ആയിരുന്നില്ലേ, ഇപ്പം 4452. ഹേ, ഐ സോ യു ഇൻ വെഡിങ് സെറമണി തലശ്ശേരി. തലശ്ശേരി എവിടെയാണ്? ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ട്. എൻ്റെ മൈൻഡിൽ ഒരു ഡീപ്പ് ഫീലിംഗ് ഉണ്ടായിരുന്നു ദാറ്റ് ഐ ഹവ് സീൻ ദിസ് ഗേൾ സംവെയർ, ബട്ട് അറ്റ് ദാറ്റ് ടൈം ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. എനിവേസ്, ഐ നോ യു യൂസ് ദിസ് മെയിൽ to read secret, and I just want to say that you look way more gorgeous in that black dress and red shawl. Oh, that's me. And red, no, it was red skirt and black shawl. No, this is someone else. That's not me. Black dress and red shawl. No, not me. You just made my heart feel something that I haven't experienced before. Your eyes completely captivated me. Thank you. No, ഞാനല്ല, കാണാൻ എന്നെ പോലെ ഇരുന്ന ഏതോ ഒരു കൊച്ച്. സോ സോറി, ദാറ്റ് വാസ് നോട്ട് മീ. അടുത്ത സീക്രട്ട്. ഹായ്, ഞാനിപ്പോൾ 16 years old ഗേൾ ആണ് ആൻഡ് ഐ എം സെൻഡിങ് ദിസ് മെയിൽ ഫ്രം മൈ മദേഴ്സ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് സോ ട്രോമറ്റൈസിങ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ ബി ഗോൺ ഫ്രം മൈ ലൈഫ് ആൻഡ് ഐ എം ഗുഡ് വിത്ത് ഇറ്റ് ബിക്കോസ് ഐ എം യൂസ് ടു ഇറ്റ്. ഞാൻ ചെറുപ്പത്തിലെ വെരി എൻ്റർടൈനിങ് പേഴ്സൺ ആയിരുന്നു. നോട്ട് നൗ, ബട്ട് വെൻ ഐ വാസ് 6 or something, അതായത് 2nd standard പഠിക്കുന്ന സമയം, ഞാൻ അബ്യൂസിന് പ്രേ ആയിട്ടുണ്ട് ഫ്രം മൈ ക്ലോസസ്റ്റ് പേഴ്സൺ ഹൂ ഈസ് മൈ ബ്ലഡ് ലൈൻ, ദി ഓണർ ഓഫ് ദ സ്പേം ദാറ്റ് പ്രൊഡ്യൂസ്ഡ് മീ. ചെറുപ്പത്തിലെ ഓരോ സാധനം വാങ്ങി തരുമ്പോൾ അങ്ങേരെ എന്നെ യൂസ് ആക്കാറുണ്ട്. അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആസ് എ 6-year-old ഗേൾ അങ്ങേര് എൻ്റെ അടുത്ത് ചെയ്യുന്ന കാര്യം ഇസ് നോട്ട് റോങ് എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. So I agreed to that because I thought that all fathers do the same to their daughters like this. പിന്നെ that person told me to not tell my mother. So അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തെറ്റായിരിക്കും എന്ന്. ബട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. കാര്യം ഇതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു തന്നിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ തോട്ട് ഐ വാസ് ഡൂയിങ് റോങ്. ഇപ്പോഴും അത് തന്നെയാണ് എന്നെ ഹോണ്ട് ചെയ്യുന്നത്. സോ ഐ ബെഗ്ഡ് മൈ ഫാദർ ടു സ്റ്റോപ്പ് ദിസ്. അറ്റ് ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ്ഡ് വാട്ട് ദ ആക്ച്വൽ ഈസ് ദാറ്റ്. ഇതിനു മുമ്പേ എൻ്റെ നെയ്ബർഹുഡിലുള്ള മാമൻ എന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അറ്റ് ദാറ്റ് ടൈം ഐ ഡിഡ്ന്റ് നോ ദിസ് ടൈപ്പ് ഓഫ് തിങ്സ്. ഐ തോട്ട് ഹീ ഈസ് ഡൂയിങ് വാട്ട് മൈ ഫാദർ ഡു ടു മീ ബിക്കോസ് ഹീ ലവ്സ് മീ. പക്ഷേ അയാൾ എന്നെ മോശമായി ടച്ച് ചെയ്തപ്പോൾ ഐ ഫെൽ സ്കെയർഡ് ആൻഡ് ഐ റാൻ അവേ ഫ്രം ഹിസ് ഹോം. അന്ന് നെയ്ബർ ആൻറ്റിയും അങ്കിളും എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്നു. സോ ഞാൻ മതിൽ ചാടി അപ്പുറത്ത് പോകും. അവരെ കണ്ട് അവരെ ഫുഡ് കഴിക്കാൻ തരും. അവർക്ക് മക്കളില്ല. സോ ദി ആൻറ്റി ലവ്ഡ് മീ. ഒരു ഡേ ഞാൻ ചെന്നപ്പോൾ ആൻറ്റി വീട്ടിലില്ല ആൻഡ് അങ്കിൾ ഉണ്ട്. സോ എങ്ങനെയൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി ഓടിപ്പോയി. ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല ബിക്കോസ് ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമോ എന്നായിരുന്നു. ബിക്കോസ് നെയ്ബറിൻ്റെ വീട്ടിൽ പോകുന്നത് ഫാമിലിക്ക് ഇഷ്ടമല്ലായിരുന്നു. റൈറ്റ് നൗ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല ബിക്കോസ് എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഞാൻ ഇതൊന്നും ആരോടും പറയാത്തത് എൻ്റെ ഫാമിലിക്ക് കുഴപ്പം വീഴും എന്ന് പേടിച്ചിട്ടാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് മൈ ഫാമിലി ടു റൂയിൻ. സോ ഞാനിത് ആരോടും ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഇവ ചേച്ചിയോട് പറയാൻ തോന്നി ബിക്കോസ് എൻ്റെ പ്രോബ്ലം ഈ വേൾഡിൽ നിന്ന് എന്നെ അറിഞ്ഞുകൂടാത്ത ആർക്കെങ്കിലും അറിയാലോ എന്നൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഞാനിത് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് റൈറ്റ് ആക്കിയത്. ആൻഡ് ഐ ട്രസ്റ്റ് യു. ആൻഡ് വൺ തിങ് അറൌണ്ട് ദാറ്റ് ടൈം മൈ ബ്രദർ ഓൾസോ എം ഇൻ ഫ്രണ്ട് ഓഫ് മീ. ആൻഡ് ഐ തിങ്ക് ആ ടൈമിൽ ഞാൻ 4th standard നിന്ന് ഹീ വാസ് അറ്റ് 8th standard ഐ തിങ്ക്. സോ വീട്ടിൽ ആർഗ്യുമെൻറ്റ് സംഭവിക്കുമ്പോൾ ഹീ ഈസ് ജസ്റ്റ് മെൻഷനിങ് മീ ആസ് എ സ്ലട്ട് ആയിട്ട് എനിക്ക് ഫീൽ ആവും. ആൻഡ് ഐ ഡോണ്ട് നോ ഇതെനിക്ക് തോന്നുന്നതാണോ എന്ന്. ബിക്കോസ് ഹീ ഷൗട്ട് ടു മീ ലൈക്ക് എനിക്കറിയാം നീ എങ്ങനത്തെ ആളാണ് എന്ന്, നീ എൻ്റെ സിസ്റ്റർ അല്ല എന്നൊക്കെ. ചിലപ്പോൾ ഹീസ് ജസ്റ്റ് ടോക്കിംഗ് വിത്ത് ആങ്കർ ബട്ട് എനിക്ക് എന്നെ കുത്തുന്ന പോലെ ഫീൽ ആവും ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഇൻസിഡൻറ്റ്സ്. അതർവൈസ് ഹീ നോസ് ദാറ്റ് മൈ ഫാദർ ഓൾസോ ഡു ഷിറ്റ് ടു മീ. സോ ഐ തിങ്ക് ഹീ സീസ് മീ ആസ് എ സ്ലട്ട് ബിക്കോസ് ഓഫ് ദിസ് ട്രോമ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ കൂടി ഈ പാസ്റ്റിൽ നടന്ന കാര്യം ഫ്ലാഷ് ബാക്ക് പോലെ കടന്നു പോകും. സോ എനിക്ക് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ, ഞാൻ തെറ്റ് ചെയ്ത പോലെ. Sister, I'm crying my ass off while writing this. ലൈക്ക് ഞാനൊരു ബാഡ് വുമൺ ആയോ എന്ന് തോന്നൽ, നോ വൺ ലവ്സ് മീ എന്ന് തോന്നൽ, ഐ ഹേറ്റ് എവറി ബോയ്സ് അറൗണ്ട് മീ. എനിക്ക് ഗ്രോൺ മാൻ ആയാലും അനിയന്മാരായാലും പേടിയാണ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ലവ് സമ്മൺ ബട്ട് ഐ ലവ് മൈ ഫാമിലി. എനിക്ക് അവരാണ് വലുത് ബട്ട് ഇങ്ങോട്ടില്ല, എല്ലാം വെറുതെ ആണോ എന്ന്. ഫസ്റ്റൊക്കെ ഐ തോട്ട് എനിക്ക് ബ്രദർ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഹീ ഹേറ്റ്സ് മീ, ഹീ ഷൗട്ട് അറ്റ് മീ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ബട്ട് വെൻ എനി ബോയ് ഓർ എ ഗ്രോൺ മാൻ ലുക്സ് അറ്റ് മീ ഐ ഫീൽ uncomfortable. But ഞാൻ ഇപ്പോൾ നല്ല ഇംപ്രൂവ് ആയി. ആഫ്റ്റർ 8th standard he doesn't do anything to me and he now treats me as a daughter. പക്ഷേ എന്നെ ഇപ്പോഴും അത് ട്രിഗർ ചെയ്യാറുണ്ട്. വീണ്ടും അങ്ങനെ സംഭവിച്ചാലോ, എനിക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഓർത്ത് വളരെ സ്ട്രെസ്ഡ് ആണ്. ഇപ്പോൾ കുഴപ്പമില്ല. now I'm doing well.
ബട്ട് സംടൈംസ് ആരൊക്കെയോ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. ആൻഡ് യെസ്, മൈ ചൈൽഡ്ഹുഡ് വാസ് റൂയിൻഡ്. ബട്ട് നൗ ഐ എം ഡൂയിങ് വെൽ. ഐ നോ വാട്ട് ടു ഡു. I know Ippo you are doing good, but always remember it was never your fault. It was never your fault. അടുത്ത സീക്രട്ട്. ഹേയ്, എൻ്റെ പേര് ഡാഷ്. ഞാൻ +2 പഠിക്കുന്നു. ഞാൻ 10th ആയിരുന്നപ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അവൻ വെറും ലോക്കലാണ്, ലൈക്ക് എ പ്ലേ ബോയ്. ബട്ട് അവൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടും ഞാൻ അവൻ്റെ കൂടെ സെറ്റായി. അവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവൻ എൻ്റെ വായ വന്ന് കമ്പനിയായി, നല്ല ഫ്രണ്ട്സായി. പിന്നെ ഇവൻ എന്നെ സെറ്റാക്കാൻ കുറേ എഫേർട്ട് ഇട്ടു. ലാസ്റ്റ് ഞാൻ അവനെ വിശ്വസിച്ചു നിന്നു. പിന്നെ അങ്ങോട്ട് റിലേഷൻഷിപ്പ് നല്ലോണം തന്നെയായിരുന്നു പോയത്. ഇവൻ്റെ പണ്ടത്തെ ക്യാരക്ടറൊക്കെ മാറി നല്ലോണം തന്നെയായിരുന്നു. അങ്ങനെ 2 കൊല്ലമായി. ഒരു ദിവസം ഞങ്ങൾ എപ്പോഴും നടക്കുന്നത് പോലെ അടിയായി. അത് കുറച്ച് നീണ്ടുപോയി. പിന്നെ ഇവൻ പറയുന്നത് ഇവന് ഫീലിങ്സ് പോയി, ചടച്ചു എന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഇവൻ എന്നെ ഒഴിവാക്കി. ഞാൻ കുറേ വായ പോയി. എനിക്ക് വായാന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. നേരത്തെയും വായാന്ന് തോന്നുന്നു, ഇപ്പോഴും വായാന്ന് തോന്നുന്നു. മേ ബി നിങ്ങളുടെ സ്ലാങ് ആണെന്ന് അറിയില്ല. ബട്ട് ഐ എം ജസ്റ്റ് ഗോണ റീഡ് ഇറ്റ് ലൈക്ക് വായ. ഞാൻ കുറേ വായ പോയി കരഞ്ഞ് കാല് പിടിച്ചില്ല എന്ന് മാത്രം. കാരണം ഇവൻ എന്നെ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് തെറ്റുണ്ട്. പക്ഷേ അവൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം അത്രയും ട്രസ്റ്റും ഇഷ്ടവുമായിരുന്നു. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി 2-3 ആഴ്ച കൊണ്ട് തന്നെ അവൻ വേറെ ഒരു കുട്ടിയായിട്ട് സെറ്റായി. അവൻ ഇതൊക്കെ എങ്ങനെ പറ്റുന്നു എന്നറിയില്ല. ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് മറക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവൻ കാരണം എൻ്റെ ലൈഫ് പോയി. ആ അവസ്ഥയിൽ സൂയിസൈഡ് വരെ ഞാൻ ചിന്തിച്ചു പോയി. ബട്ട് ചെയ്യില്ല, അങ്ങനത്തെ ഒരുത്തിന് വേണ്ടി ചെയ്യില്ല. ഇപ്പോൾ ഞാൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് നിൽക്കുന്നു. ഇപ്പോൾ കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. ഈ ജനറേഷൻ ഇത്രയ്ക്ക് ഫേക്ക് ആണെന്ന് വിചാരിച്ചില്ല. അടുത്ത സീക്രട്ട്. ഈ സ്റ്റോറി ഞാൻ 9th and 10th പഠിക്കുമ്പോൾ നടക്കുന്ന കഥയാണ്. അതായത് ഏകദേശം ഒരു November-December ടൈമിൽ ഗ്രൂപ്പിൽ സ്കൂളിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സെലക്ഷൻ ഫോം മിസ് ഗ്രൂപ്പിൽ ഇട്ടു. സോ താല്പര്യമുള്ള കുട്ടികൾ അത് ഫിൽ ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയക്കണമെന്ന് പറഞ്ഞു. സോ ഐ വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. അപ്പോൾ ഞാൻ സെലക്ഷൻ ഫോം ഫില്ലാക്കി മിസ്സിന് തന്നെ നമ്പറിൽ അയച്ചു. കുറേ സമയത്തിന് ശേഷം റിപ്ലൈ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്പർ മാറിയാണ് ഞാൻ അയച്ചിരുന്നത്. സോ ഞാൻ പിന്നെ നമ്പർ റീചെക്ക് ചെയ്തിട്ട് പിന്നീട് കറക്റ്റായി മിസ്സിന് തന്നെ നമ്പറിൽ അയച്ചു. ആൻഡ് ആദ്യം ഞാൻ അയച്ച അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ച് അപ്പോളജൈസ് ചെയ്ത്. ആൻഡ് അഗെയിൻ ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് ഈ അൺനോൺ നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, ഹായ് എന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഇനി കൈ വല്ലതും വന്നേയാവും എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് സീനാക്കി റിപ്ലൈ കൊടുത്തില്ല. ആൻഡ് ദെൻ അഗെയിൻ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് എനിക്ക് വീണ്ടും മെസ്സേജ് വന്നു, ഹായ് എന്ന് പറഞ്ഞു. സോ എനിക്ക് മനസ്സിലായി കൈ തട്ടി വന്നതല്ല, എനിക്ക് തന്നെ അയക്കാൻ ഉദ്ദേശിച്ച മെസ്സേജാണ് ഇതെന്ന്. സോ ഞാൻ റിപ്ലൈ കൊടുത്തു. കുറച്ച് നേരത്തെ ചാറ്റിന് ശേഷം ഐ ഗോട്ട് ടു നോ ദാറ്റ് ഹി വാസ് എ ബോയ്. ആൻഡ് അങ്ങനെ ഈ ആളുടെ പിക്ക് എനിക്ക് അയച്ചു തന്നു. എൻ്റെ പിക്കും ചോദിച്ചു. പക്ഷേ ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. സോ ഐ ഡിനൈഡ്. ആൻഡ് ദെൻ അങ്ങനെ ഞങ്ങൾ ഡെയിലി കോൺവെർസേഷനായി, കോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സമ്മർ വെക്കേഷനൊക്കെ ആയി. ആ ടൈമിൽ ഐ വാസ് ഷോക്ക് ടു ഹിയർ ദാറ്റ് ഞാൻ മെസ്സേജ് അയക്കുന്ന ഈ അൺനോൺ ബോയ് ഹി വാസ് ആക്ച്വലി സ്റ്റഡിയിങ് ദ സെയിം സ്കൂൾ ആസ് മീ. അപ്പോൾ ഞാൻ ക്ലാസ് ചോദിച്ചു. സെയിം ക്ലാസ് ബട്ട് ഡിഫറെൻറ്റ് ഡിവിഷൻ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ സ്കൂളിൽ കണ്ടിട്ടേ ഇല്ല. സോ ഞാൻ എൻ്റെ പിക്ക് ഈ ടൈമിൽ അയച്ചു കൊടുത്തിരുന്നു. സോ ഹി ടോൾഡ് മീ ദാറ്റ് എന്നെ അവൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം എന്ന്. സോ ഐ വാസ് ടൺഡ് ടു സ്പീക്ക്. ബട്ട് എനിവേ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫുൾ ടൈം ടെക്സ്റ്റ് ആയി. ആൻഡ് അങ്ങനെ ഫൈനലി ഹി കൺഫെസ്ഡ് ഹിസ് ലവ് ത്രൂ ഓൺലൈൻ. അറ്റ് ഫസ്റ്റ് ഐ വാസ് കൺഫ്യൂസ്ഡ് ആൻഡ് റിജക്റ്റഡ് ഇറ്റ്. പിന്നീട് സ്കൂൾ തുറന്നപ്പോൾ ഈ ബോയനെ കാണാൻ വന്നു. അപ്പോൾ ഞാൻ പേടിച്ച് മാറിപ്പോയി. സം കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് തിങ്സ്. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ മിണ്ടി. പിന്നീട് ഹി സ്റ്റാർട്ടഡ് ഫ്ലർട്ടിങ് വിത്ത് മീ. ആൻഡ് അവൻ്റെ ബിഹേവിയറിൽ ഞാൻ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ദെൻ വൺ ഡേ ഐ ഹാപ്പൻ ടു നോ അബൌട്ട് ഓൾ ഹിസ് പാസ്റ്റ് ആൻഡ് ട്രൂ കളർ. സോ അതറിഞ്ഞപ്പോൾ പിന്നീട് ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഞാൻ അവനെ ഇഗ്നോർ ചെയ്യുന്നതിനനുസരിച്ച് അവൻ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യായിരുന്നു സ്കൂളിൽ. എപ്പോഴും ഡിസ്റ്റർബിംഗ് ആയിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. സോ ഞാൻ കോൾ എടുക്കാനും മടിച്ചു. കാരണം അവന് മനസ്സിലായി ഞാൻ അവനെക്കുറിച്ച് അറിഞ്ഞെന്ന്. ദെൻ ഹി സ്റ്റാർട്ടഡ് ടു കൺവിൻസ് മീ ബട്ട് ഐ ഡിഡ്ന്റ് ഫെൽ ഫോർ ഹിസ് ട്രാപ്പ്. പിന്നെ അവന് ഇഷ്ടമാണ് എന്നെ ഒരുപാട് എന്ന് പറഞ്ഞ് വല്ലാണ്ട് പുറകെ നടക്കാനും തുടങ്ങി. ആൻഡ് ഐ ഹേറ്റഡ് ഇറ്റ്. ദെൻ വൺ ഡേ വെൻ ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട്സ് ഹി ടെക്സ്റ്റഡ് ആൻഡ് സെൻഡ് മീ എ പിക്. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൈ ഇനിയും മുറിക്കുമെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ മുറിച്ച ചോര വന്ന കൈയുടെ പിക്ക് എനിക്ക് അയച്ചു. പെട്ടെന്ന് ഞാൻ അത് കണ്ട് പേടിച്ചു പോയി. ആൻഡ് ഐ വാസ് ടു സ്റ്റൺ ടു സ്പീക്ക്. ദിസ് സ്റ്റോറി വിൽ ബി കണ്ടിന്യൂഡ്. എല്ലാം കൂടി ഇതിൽ പറഞ്ഞു. ഓക്കെ, ടൈം കിട്ടാത്തത് കൊണ്ടാണ് ലാഗ് ആവുന്നത്. സോ ഞാൻ ബാക്കി പറയാം. അങ്ങനെ അവന് അവൻ്റെ കൈയുടെ പിക്ക് അയച്ചു തന്നു. കുറച്ച് നേരം ഞാനൊന്ന് ടെൻസ്ഡായി. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? ഒരിക്കലും ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ല ഇഷ്ടം.
സോ ഞാൻ അവനോട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ തീയായിരുന്നു, ഒരു വലിയ പേടി പോലെ. പിന്നീട് ഞാൻ അവനുമായിട്ടുള്ള കോണ്ടാക്ട് എല്ലാം കളഞ്ഞു. എൻ്റെ വീട് മാറിയതോടെ അവനുമായി പിന്നെ ഒരു കണക്ഷനും ഉണ്ടായില്ല. പിന്നീട് അവൻ എന്നെ കുറേ കണക്ട് ചെയ്യാൻ നോക്കി, എങ്കിലും അത് വർക്കായില്ല. ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ട് ആക്ച്വലി. ബാക്കി എവിടെ? ബാക്കിയില്ല. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇതൊരു നെവർ എൻഡിങ് സംഭവമായിട്ട് പോകും. ഞാൻ ഇപ്പോൾ 19 വയസ്സായിട്ട് ഇതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ വായിക്കണ്ട ഒരു വലിയ കണ്ണടക വെച്ച്